മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മലയാളത്തിൻ്റെ മധുരം മനോജ്ഞം ജീവിതം എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. പാഠഭാഗവുമായി ബന്ധപ്പെട്ടു വരുന്ന പഠന പ്രവർത്തനങ്ങളും അധിക ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. രാജേഷ് ജെയിംസ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന പ്രശസ്തമായ ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇന്നത്തെ പാഠഭാഗം. സമൂഹത്തിലെ പൊതുവായ പുരുഷാധിപത്യ ചിന്താഗതികളെയും വെല്ലുവിളികളെയും മറികടന്ന് തങ്ങളുടേതായ മേഖലകളിൽ കരുത്ത് തെളിയിച്ച 3 സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ കഥയാണ് ഈ ഡോക്യുമെൻ്ററി പങ്കുവയ്ക്കുന്നത്. അവരെ പ്രകൃതിയിലെ 3 പ്രതിഭാസങ്ങളോട് ഉപമിച്ചാണ് പാഠഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നത്. തണ്ടർ, ഇടിമുഴക്കം എന്ന് വിശേഷിപ്പിക്കുന്നത് CV സീന, വനിതാ ഫുട്ബോളർ കോച്ചാണ്. ഒരു വനിതാ ഫുട്ബോൾ താരമല്ലെങ്കിൽ കോച്ചെന്ന് കേൾക്കുമ്പോൾ സമൂഹം അത്ഭുതത്തോടെയും അവിശ്വാസത്തോടെയും നോക്കിക്കണ്ടിരുന്ന കാലത്താണ് CV സീന കളിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പെണ്ണുങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ, പെണ്ണുങ്ങൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ തനിക്ക് കെൽപ്പുണ്ടോ തുടങ്ങിയ പുരുഷാധിപത്യ ചോദ്യങ്ങളെയും പരിഹാസങ്ങളെയും അവർക്ക് നേരിടേണ്ടി വന്നു. കായിക രംഗം പുരുഷന്മാർക്ക് മാത്രമാണുള്ളതെന്ന ചിന്താഗതിയെ തകർത്ത് പെൺകുട്ടികളെ മികച്ച രീതിയിൽ പരിശീലിപ്പിച്ചുകൊണ്ട് സീന തൻ്റെ കർത്തവ്യവുമായി മുന്നോട്ട് പോകുന്നു. ലൈറ്റ്നിങ്, മിന്നൽ പിണർ എന്ന് വിശേഷിപ്പിക്കുന്നത് സെലീന മൈക്കിൾ. ശവസംസ്കാര ജോലി ചെയ്യുന്ന വ്യക്തിയാണ് സെലീന. സാധാരണയായി സ്ത്രീകൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തുന്ന ശവസംസ്കാര ജോലി എന്ന കഠിനമായ മേഖലയിലാണ് സെലീന പ്രവർത്തിക്കുന്നത്. 5000-ലധികം മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള സെലീനയ്ക്ക് ഈ ജോലിയിൽ യാതൊരുവിധ ഭയവുമില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ തയ്യാറാകുന്നു. മരണത്തിൻ്റെ നിശബ്ദതയിലും ഭയമില്ലാതെ തൊഴിലിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ധീരതയാണ് സെലീനയിലൂടെ കാണാൻ കഴിയുന്നത്. റെയിൻ, മഴ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അമ്മിണിയമ്മ മത്സ്യത്തൊഴിലാളിയാണ്. പരമ്പരാഗതമായി പുരുഷന്മാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന കായൽ, കടൽ, മത്സ്യബന്ധന മേഖലയിലാണ് അമ്മിണിയമ്മ ജീവിക്കുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ പണം കഠിനാധ്വാനത്തിലൂടെ താൻ വീട്ടിൽ എത്തിക്കുമ്പോഴും പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ എപ്പോഴും പുരുഷന്റെ കീഴിൽ നിർത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് അമ്മിണിയമ്മ തിരിച്ചറിയുന്നു. ഒരു പുരുഷനായി ജനിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്നവർ ചിന്തിച്ചു പോകുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്ത, കുടുംബം പുലർത്താൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് അമ്മിണിയമ്മ. ഈ പാഠഭാഗത്തിൻ്റെ പഠന ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ്? ഒരു തൊഴിലും ഒരു പ്രത്യേക ലിംഗവിഭാഗത്തിന്, അതായത് ആൺപെൺ എന്നുള്ള വിഭാഗത്തിന് പ്രത്യേകമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതല്ല എന്ന് ഈ 3 സ്ത്രീകളും തെളിയിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും സാമ്പത്തിക സാമൂഹിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സ്ത്രീകൾ നടത്തുന്ന പോരാട്ടങ്ങളെ, അതായത് സ്ത്രീ ശാക്തീകരണങ്ങളെ ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നു. ഈ 3 സ്ത്രീകളുടെ ജീവിതം വഴി കേരളത്തിലെ സ്ത്രീ സമൂഹം നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സാമൂഹിക പദവിയെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ ലക്ഷ്യം. പ്രതിസന്ധികളെ പ്രതിരോധിച്ചവരാണ് ഈ 3 സ്ത്രീ ജീവിതങ്ങൾ. കേരളീയ സമൂഹം വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഏറെ മുന്നിലാണെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലും സാമൂഹിക സ്വാതന്ത്ര്യത്തിലും ഇന്നും ചില അദൃശ്യമായ അതിർവരമ്പുകളുണ്ട്. പുരുഷാധിപത്യ ചിന്താഗതികളെയും സാമൂഹിക വിവേചനങ്ങളെയും കഠിനാധ്വാനവും ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട 3 സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ കഥയാണ് രാജേഷ് ജെയിംസ് സംവിധാനം ചെയ്ത ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററി. തണ്ടർ, ഞാനൊരു ഇന്ത്യൻ വുമൺ ഫുട്ബോളർ ആണെന്ന് പറയുമ്പോൾ പലരും അതിശയത്തോടെ ചോദിക്കും, വുമൺ ഫുട്ബോളറോ? പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? അതെങ്ങനെയാ സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുന്നത്? അങ്ങനെ പല സ്ഥലത്തു നിന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഇപ്പോഴും പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ എന്ന ചോദ്യങ്ങളെ സ്ഥിരം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിങ്ങനെ പെൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കാണോ പ്രാക്ടീസ് കൊടുക്കണമെന്ന് ആളുകൾ ചോദിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും, ആൺകുട്ടികൾക്കും പ്രാക്ടീസ് കൊടുക്കുന്ന കോച്ചാന്ന് പറയുമ്പോൾ പറയണത്, ആൺപിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടോ? CV സീനയുടേതാണ് ഈ വാക്കുകൾ. വനിതാ ഫുട്ബോളർ, കൊച്ചി. ലൈറ്റ്നിങ്, ഞാനിപ്പോൾ ഒരു 10,000 ചില്ലാനും ശവശരീരങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. എന്നോട് എല്ലാവരും ചോദിക്കും, പേടിയില്ലേ എന്ന്. മരിപ്പൊക്കെ വരുമ്പോൾ രാത്രി 3 മണി വരെ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. 3 മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് പോകാറ്. 10-11 മണിക്ക് ബോഡി വന്നാൽ കത്തിത്തീരുമ്പോൾ വെളുപ്പിന് 3 മണി 2 മണിയൊക്കെ ആവും. സെലീന മൈക്കിളിൻ്റെതാണ് വാക്കുകൾ. ശവസംസ്കാര ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. റെയിൻ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ?
പുരുഷനായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊരാഗ്രഹം എപ്പോൾ വരുമെന്ന് അറിയാമോ? കൂടുതൽ നമ്മളെ ശാസിക്കുകയും കൂടുതൽ അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ ദൈവമേ, ഞാനൊരാണായിരുന്നെങ്കിൽ നിങ്ങളെ എൻ്റെ അടിമയായി നിർത്തിയേനെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 4000 രൂപ വരെ മീൻ പിടിക്കാൻ പോയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ആ മീൻ പിടിച്ച കാശെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, ഓ, നീയോ ഉള്ള ഒരു പണിക്കാരെത്തി, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പണിയുന്നതിനേക്കാൾ കൂടുതൽ കാശാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാലും ആ മനുഷ്യൻ എന്നാണെന്നറിയുമോ, 10000 രൂപയുടെ പണി ചെയ്ത് കൊണ്ടുവന്നാലും ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കാവുള്ളൂ. ആ അധികാരമാണ് അയാൾക്ക് വരുന്നത്. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയത്, ഒരാണായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് അമ്മിണിയമ്മ ചിന്തിച്ചു പോയ നിമിഷം. മത്സ്യത്തൊഴിലാളിയായ അമ്മയുടെ അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഈ പഠന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അത് കൃത്യമായും വ്യക്തമായും ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. പരീക്ഷാവേളയിൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് തയ്യാറാവുക. അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഡോക്യുമെൻ്ററി. എന്താണ് ഡോക്യുമെൻ്ററി എന്നിവിടെ പറയുന്നുണ്ട്. കാഴ്ചയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഏടാണ് ഡോക്യുമെൻ്ററികൾ. പൊതുവെ കഥേതര ചിത്രങ്ങളെയാണ് ഡോക്യുമെൻ്ററി എന്ന് വിവക്ഷിക്കാറുള്ളത്. യഥാർത്ഥ സംഭവങ്ങൾ, കാര്യങ്ങൾ, വ്യക്തികൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ് ഡോക്യുമെൻ്ററികൾ. കഥാചിത്രങ്ങളായ കൊമേഴ്സ്യൽ സിനിമകൾക്ക് ലഭിച്ച ജനപ്രീതി ഡോക്യുമെൻ്ററികൾക്ക് നേടിയെടുക്കാനായില്ല. ഫീച്ചർ ഫിലിമുകൾ നമ്മുടെ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കുന്നവയാണെങ്കിൽ ഡോക്യുമെൻ്ററികൾ നമ്മുടെ ബൗദ്ധികവും ഭാവനാത്മകവുമായ ഉൾക്കാഴ്ചകളാകുന്നു. നാം എന്താണോ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു വിസ്തരിക്കലാണവ. കാലത്തെയും ലോകത്തെയും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു പുതിയ മാർഗത്തിലൂടെ അനുഭവിക്കാനുള്ള തൃഷ്ണ വളർത്തുകയാണ് ഡോക്യുമെൻ്ററിയുടെ ദൗത്യം. ഡോക്യുമെൻ്ററിയുടെ ലക്ഷ്യം, ഉദ്ദേശ്യം, മൂല്യം എന്നിവ എന്തെന്ന് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും കൃത്യമായും സത്യസന്ധമായും ചിത്രീകരിക്കുക, പുതിയ അറിവും വിവരവും പകർന്നു നൽകുക, കാഴ്ചയുടെയും ചിന്തയുടെയും രീതികളിൽ പരിവർത്തനം വരുത്തുക എന്നിവയാണ് ലക്ഷ്യം. ജനങ്ങൾ എങ്ങനെ ജീവിക്കുകയും തമ്മിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നതിനെ ആധികാരികമായി പ്രതിനിധീകരിക്കുക, അജ്ഞാതമായ പരിതസ്ഥിതികളെയും സംസ്കാരങ്ങളെയും കണ്ടെത്തി അവതരിപ്പിക്കുക എന്നിവയാണ് ഉദ്ദേശം. എഴുതിയിരിക്കുന്നത് ഡോക്ടർ തോമസ് സ്കറിയ.